ഹായ് ഫ്രണ്ട്സ്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു. ഇന്ന് ഞാനൊരു ഞണ്ടിൻ്റെ ഡിഷാണ് ഉണ്ടാക്കാൻ പോകുന്നത്. സാധാരണ എല്ലാവരും ഉണ്ടാക്കുന്ന പോലെ തന്നെയാണ് ഉണ്ടാക്കുന്നത്. ഇതിനാവശ്യമായിട്ടുള്ളത് ഉള്ളി, തക്കാളി, മാങ്ങ, പച്ചമുളക്, പിന്നെ 2 അല്ലി വേപ്പിൻ്റെ ഇല. ഞണ്ട് നന്നായി കഴുകി വൃത്തിയാക്കി എടുക്കണം. ഞണ്ട് നന്നാക്കുമ്പോൾ ഞാൻ ബ്രഷൊക്കെ ഉപയോഗിച്ച് നന്നാക്കുക. എന്നുവെച്ചാൽ അതിൻ്റെ ഇടയിലൊക്കെ ചളികളും കാര്യങ്ങളൊക്കെ നന്നായിട്ടുണ്ടാവും. അപ്പോൾ ഞാൻ ബ്രഷ് ഉപയോഗിച്ചാണ് കഴുകാറ്. എന്നിട്ട് ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക. വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം വെളിച്ചെണ്ണ ഏകദേശം ചൂടായി വരുമ്പോൾ സവാള ഇട്ടെടുക്കുക. ചെറിയ ഉള്ളി ഇടുന്നതാണ് ടേസ്റ്റ്, പക്ഷേ ചെറിയ ഉള്ളി ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ സവാള എടുത്തിരിക്കുന്നത്. ചെറിയ ഉള്ളി വെച്ച് ചെയ്യായിരിക്കും നല്ലത്. ടേസ്റ്റ് കൂടുതൽ ചെറിയ ഉള്ളി. പിന്നെ ഇതിലേക്ക് മസാലകൾ ഇടുക. മുളകും പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, ഇത്ര മാത്രമേ മസാല ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നുള്ളൂ. ഈ മസാല വെളിച്ചെണ്ണയിൽ കിടന്നിട്ട് നന്നായി ഒന്ന് പച്ചമണം മാറണം. അപ്പോഴാണ് ഇതിൻ്റെ കറിക്കൊരു നല്ലൊരു കളറും ടേസ്റ്റും വരുള്ളൂ. അപ്പോൾ ഈ മുളകും മല്ലിയൊക്കെ ഒന്ന് മൂത്ത് വരണം. പിന്നെ വെളിച്ചെണ്ണയിൽ നമ്മൾ മല്ലിയും മുളക് മൂപ്പിക്കുമ്പോൾ മഞ്ഞളിടുന്നതുകൊണ്ട് കുഴപ്പമില്ല, കരിയൊന്നുമില്ല. നോർമലിൽ ചെയ്യുമ്പോഴാണ്, വെളിച്ചെണ്ണ യൂസ് ചെയ്യാതെ ചെയ്യുമ്പോഴാണ് മഞ്ഞൾ ഉപയോഗിക്കാൻ പാടില്ലാത്തത്. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ എല്ലാം കൂടി ഇടുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. അങ്ങനെ അത് ഏകദേശം ഒരു മൂത്ത് വന്നാൽ അതിലേക്ക് ഞണ്ടിടുക. ഞണ്ടിൽ ഓൾറെഡി കുറച്ച് വെള്ളമുള്ളതുകൊണ്ട് തന്നെ ഇത് കഴിക്കാൻ അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ ഈ വെളിച്ചെണ്ണയിലും മസാലയിലും ഞണ്ട് ആ വെള്ളം ഒന്ന് വറ്റിച്ചെടുക്കണം. അതിന് ശേഷം നമ്മൾ ബാക്കി തക്കാളിയും മാങ്ങയൊക്കെ ചേർക്കാൻ പാടുള്ളൂ. അപ്പോൾ ഈ ഞണ്ടിലത്തെ വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട് ഏകദേശം. അപ്പോൾ പിന്നെ പച്ചമുളക്, തക്കാളി, മാങ്ങ, പിന്നെ ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ചിട്ട് നന്നായി വേവിച്ചെടുക്കുക. ഇതിൽ തേങ്ങ അരയ്ക്കേണ്ടവർക്ക് അരയ്ക്കുകയൊക്കെ ചെയ്യാം. എനിക്ക് തേങ്ങ അരച്ച കറി അധികം ഇഷ്ടമില്ലാത്തതുകൊണ്ടാണ് ഞാനത് യൂസ് ചെയ്യാത്തത്. ലാസ്റ്റ് കുറച്ച് വേപ്പിൻ്റെ ഇല ഇട്ടിട്ട് ഇറക്കി വയ്ക്കാം. ഇത് ചോറിൻ്റെ കൂടെ കഴിക്കാനായിരിക്കും ഏറ്റവും ടേസ്റ്റ്. എന്തിൻ്റെ കൂടെ കഴിക്കാം, ചോറിൻ്റെ കൂടെ ആയിരിക്കും. മാങ്ങ ഇട്ടത് കൊണ്ട് ചോറിൻ്റെ കൂടെ ആയിരിക്കും ഇത് കഴിക്കാൻ നല്ലത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക.